മുരുകൻ മലയുടെ പേര് സിക്കന്ദർ മലയാക്കണമെന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾ. ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂണിൽ തന്നെ വിളക്ക് തെളിയിക്കണമെന്ന് സംഘപരിവാർ. വിധി പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ നീക്കം. രാമന് പകരം മുരുകൻ, തമിഴ്നാട്ടിലെ അയോധ്യയായി തിരുപ്പരൻകുന്றம். അറിയാം ഇൻഡെപ്തിലൂടെ. തമിഴ്നാട്ടിന്റെ അയോധ്യ അല്ലെങ്കിൽ തമിഴകത്തിന്റെ ശബരിമല. വിശ്വാസത്തിലൂന്നിയ വിവാദങ്ങൾ ആവർത്തിച്ച രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിന്റെ തമിഴ്നാട് മോഡലായി വിലയിരുത്തപ്പെടുകയാണ് മധുരയിലെ തിരുപ്പരൻകുന്றம் പ്രദർശനം. ഹൈന്ദവ വിശ്വാസികൾക്ക് അനുകൂലമായി മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടും മധുരയിലെ തിരുപ്പരൻകുന്றம் മുരുകൻ കുന്നുകളിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ സ്റ്റാലിൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഒരു മുസ്ലിം ദർഗയുള്ളതുകൊണ്ട് ഇത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിന് ഇടയാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. 100 വർഷത്തിലേറെയായി മുരുക ക്ഷേത്രത്തിന് സമീപത്തുള്ള ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലാണ് കാർത്തിക ദീപം തെളിയിക്കാറുള്ളത്. എന്നാൽ ഇത് മാറ്റി സിക്കന്ദർ ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂൺ എന്ന് വിളിക്കുന്ന ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയിക്കണമെന്നാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങനെയായിരുന്നുവെന്നും പിന്നെ അത് മാറ്റുകയായിരുന്നുവെന്നുമാണ് ഇവരുടെ അവകാശവാദം. എന്നാൽ ഇത് വർഗീയ സംഘർഷത്തിനും കാലുഷ്യത്തിനും ഇടയാക്കുമെന്നാണ് DMK സർക്കാർ പറയുന്നത്. പക്ഷേ BJP ആവട്ടെ ഇതൊരു വിശ്വാസ പ്രശ്നമാക്കിയെടുത്താണ് പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നത്. അടുത്തൊരു ദർഗയുള്ളതുകൊണ്ട് ഇത് രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നത്തിന് സമാനമാക്കി വളർത്തുകയാണ്. മറുഭാഗത്ത് ദർഗാ സംരക്ഷണത്തിനായി ഇസ്ലാമിക സംഘടനകളും സംഘടിക്കുന്നുണ്ട്. ഇതോടെ പ്രദേശത്ത് സാമുദായിക സംഘർഷ ഭീതി നിലനിൽക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഇവിടെ പോലീസ് ലാത്തിച്ചാർജ് നടന്നു. ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തമിഴകത്തെ മുരുകൻ വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തിരുപ്പുറക്കുന്றம். മുരുകന്റെ 6 പടയവീടുകളിലൊന്നായ തിരുപ്പുറക്കുன்றത്തിലെ മുരുകൻമല കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ ദീപത്തൂണിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദീപം തെളിയിച്ചിരുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്നാൽ മുരുകൻമലയുടെ താഴെയായി സിക്കന്ദർ എന്നയാളുടെ പേരിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുരുകൻമലയുടെ പേര് സിക്കന്ദർ മല എന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട ദർഗയുമായി ബന്ധപ്പെട്ട് ഏതാനും പേർ ആവശ്യമുയർത്തിയിരുന്നു. ഇതിന് പിന്നിൽ DMK ആണെന്നും പറയുന്നു. മുരുകൻമലയുടെ കീഴിൽ ഇവർ മൃഗങ്ങളെ ബലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇതിനെ ഹിന്ദു മുന്നണി പ്രവർത്തകർ തടഞ്ഞതും വിവാദമായിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ ഇവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. സാധാരണ മുരുകൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലാണ് കാർത്തിക ദീപം തെളിയിക്കാറുള്ളത്. എന്നാൽ ഇത് മാറ്റി ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ രംഗത്തെത്തിയതോടെ വിവാദം മൂത്തു. ഇവർക്ക് സംഘപരിവാർ പിന്തുണയുണ്ടായിരുന്നു. നേരത്തെയും ഇത് സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ കോടതി ഇടപെട്ടിരുന്നു. 2014 ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്ന തൽസ്ഥിതി തുടരണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര ദർഗ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ പൊടുന്നനെ ഒരു മാറ്റം അനുവദിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇതിനിടെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് രാമ രവികുമാർ എന്നയാൾ കേസ് നൽകി. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിന് അനുമതി നൽകി. ഇതിനെതിരെ DMK സർക്കാർ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അവരും അനുവാദം നൽകി. തുടർന്ന് ദീപം തെളിയിക്കാൻ രാമ രവികുമാറും ഹിന്ദു മുന്നണി പ്രവർത്തകരും പോയെങ്കിലും DMK പ്രവർത്തകരും തമിഴ്നാട് സിറ്റി പോലീസും ചേർന്ന് ഇവരെ തടഞ്ഞു. 50 ഹിന്ദു മുന്നണി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. 2 പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാമ രവികുമാറും അഡ്വക്കേറ്റ് അരുൺ സ്വാമിനാഥനും CISF ഉദ്യോഗസ്ഥരും എത്തിയെങ്കിലും DMK പോലീസ് മല കയറാൻ അനുവദിച്ചില്ല. ദീപത്തൂണിൽ വിളക്ക് കൊളുത്തിയാൽ അത് ഹിന്ദു മുസ്ലിം കലാപത്തിന് കാരണമാകുമെന്ന ന്യായമാണ് DMK സർക്കാർ നിരത്തുന്നത്. പക്ഷേ തിരുപ്പരൻകുന്றம் പ്രദേശത്തെ സെക്ഷൻ 144 നിരോധന ഉത്തരവ് പിൻവലിച്ച ഹൈക്കോടതി രാത്രി ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്താൻ അനുവദിക്കാൻ ഉത്തരവിട്ടു. ഇതിനായി പോലീസ് കമ്മീഷണർ പൂർണ്ണ സുരക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ വിളക്ക് കൊളുത്താൻ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് നിലപാടെടുത്തു. ഇത് വലിയ പ്രശ്നമായി. രാജ്യചരിത്രത്തിൽ ആദ്യമായാണ് കോടതി വിധി നടപ്പാക്കാഞ്ഞതെന്ന് ആരോപണമുയർന്നു. സംഘപരിവാർ ഇത് വെച്ച് അതിശക്തമായ ക്യാമ്പയിൻ നടത്തി. തുടർന്ന് 200-ലധികം പോലീസിനെ കൂടുതലായി സ്ഥലത്ത് വീണ്ടും വിന്യസിച്ചു. ഭക്തജനങ്ങളെ സ്ഥലത്തുനിന്നും മാറ്റി. ദീപം തെളിയിക്കാനുള്ള ഭക്തരെ മലമുകളിൽ കയറ്റിയില്ല. ഇതേ തുടർന്ന് ഹിന്ദു സംഘടനകൾ പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു. തിരുപ്പരൻകുன்றത്ത് തടിച്ചുകൂടിയ ഭക്തരോട് പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശിച്ചു.
ഹർജിക്കാരന് വിളക്ക് തെളിയിക്കാൻ അനുവദിക്കണമെന്ന് BJP പോലീസിനോട് അഭ്യർത്ഥിച്ചു. ഇതിനെ തുടർന്ന് അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ തമിഴ്നാടിന്റെ മറ്റു ഭാഗത്തും പ്രതിഷേധം അലയടിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തിരുപ്പരൻകുണ്ട്രം BJPക്ക് കിട്ടിയ സുവർണാവസരമായി. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ സംഘപരിവാറിന്റെ വാദങ്ങൾ ശരിയാണെന്ന് തോന്നും. മുരുകൻമലയിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്താമെന്ന് കോടതി പറഞ്ഞിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനോടുള്ള വിവേചനമാണെന്ന് പറഞ്ഞാണ് BJP പ്രചരണം. പക്ഷെ നേരത്തെ താഴ്വാരത്തുള്ള സ്ഥലത്താണ് ദീപം കൊളുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അത് മുകളിലെത്തുകയാണ്. നേരത്തെ തന്നെ ഇവിടെ സംഘർഷമുണ്ട്. ഇനി ഇവിടെ ദീപം തെളിയിക്കലും അത് കഴിഞ്ഞു പോകുമ്പോൾ ദർഗയ്ക്ക് നേരെ ഒരു കല്ലേറുമൊക്കെ ഉണ്ടായാൽ അത് വലിയ സംഘർഷമാവുമെന്നാണ് DMK നേതാക്കൾ പറയുന്നത്. മാത്രമല്ല മുരുകൻമലയിൽ ദർഗയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് തീവ്ര ഹൈന്ദവവാദികൾ രഹസ്യമായി പറയുന്നുണ്ട്. ബാബറി മസ്ജിദ് നിർമ്മിച്ചതുപോലെ തങ്ങളുടെ ഭൂമിയിൽ അന്യായമായി വന്ന ദർഗയാണിതെന്നാണ് ഹിന്ദുത്വവാദികൾ പറയുന്നത്. എന്നാൽ ഇത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സർവേ സ്തംഭം മാത്രമാണ്, വിളക്കുതൂൺ പോലും അല്ല എന്നാണ് സർക്കാരിന്റെ വാദം. ഇത് ദർഗയ്ക്കടുത്ത് ദീപം തെളിയിക്കുക, ഘട്ടം ഘട്ടമായി ദർഗയുടെ മേൽ തന്നെ അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് ഇവിടം കലാപഭൂമിയാക്കുക, അതാണ് സംഘപരിവാർ തന്ത്രമെന്ന് DMK പറയുന്നു. ഇത് അനുവദിക്കരുതെന്ന ഉറച്ച നിലപാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും എടുത്തിട്ടുള്ളത്. എന്നാൽ അത് അതിവായന മാത്രമാണെന്നും നിഷ്പക്ഷർ പറയുന്നു. വാസ്തവത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകളൊന്നും ദീപം തെളിയിക്കലിനെതിരെ ഒരു പ്രസ്താവന കൂടി പുറപ്പെടുവിച്ചിട്ടില്ല. തീവ്ര മതവിശ്വാസികളായ ഒരു ന്യൂനപക്ഷമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ പ്രീണനമാണ് സ്റ്റാലിൻ സർക്കാർ നടത്തുന്നതെന്നാണ് ആക്ഷേപം. അതിനിടെ കേസ് പാർലമെന്റിലും സുപ്രീം കോടതിയിലും എത്തി. തിരുപ്പരൻകുണ്ട്രം വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ട്രിച്ചി, ശിവ ഉൾപ്പെടെയുള്ള DMK MPമാർ നൽകിയ നോട്ടീസ് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ തള്ളി. തുടർന്ന് DMK MPമാർ ഇറങ്ങിപ്പോയി. എന്നാൽ DMKയാണ് അവിടെ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതെന്ന് BJP ആരോപിക്കുന്നു. അതിനിടെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ അഭിഭാഷകൻ വിഷയം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിൽ ഉന്നയിച്ചു. അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഉചിതമായ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പു നൽകി. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപമണ്ഡപത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതാണ് നൂറ്റാണ്ടുകളായുള്ള ആചാരമെന്നാണ് ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നത്. എന്നാൽ മുരുകൻമലയുടെ മുകളിൽ തന്നെ ദീപം തെളിയിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ഇതിൽ സുപ്രീം കോടതി എന്ത് നടപടിയെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം മൊത്തം DMKക്കൊപ്പമാണ്. തർക്കപ്രദേശത്ത് ദീപം തെളിയിക്കാൻ അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥനെതിരായി ഇംപീച്ച്മെന്റ് നടപടികൾക്ക് ഇന്ത്യ സഖ്യം തുടക്കമിടുമെന്ന് CPM ലോക്സഭാ അംഗം സു വെങ്കടേശ്വരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ കൂട്ടായ്മയിലെ MPമാരാണ് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് നീങ്ങുന്നത്. MPമാരുടെ ഒപ്പുകൾ ശേഖരിച്ചു വരികയാണ്. അടുത്ത ദിവസം തന്നെ നോട്ടീസ് സമർപ്പിക്കുമെന്നും വെങ്കടേശ്വരൻ പറയുന്നു. ജസ്റ്റിസ് VR സ്വാമിനാഥൻ RSS പിന്തുണയുള്ള ഹിന്ദു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും വാർത്തകൾ പുറത്തുവന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറലായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം BJP പരിപാടിയിൽ പങ്കെടുത്തുവെന്ന ആരോപണമുണ്ട്. താൻ RSSകാരനാണെന്ന് ജസ്റ്റിസ് സ്വാമിനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും DMK നേതാക്കൾ പറയുന്നു. സിക്കന്ദർ ബാദുഷാ ദർഗയ്ക്ക് സമീപം ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സർവേ സ്തംഭത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ ഹർജിക്കാരന് അനുമതി നൽകിയത് വർഗീയ ശക്തികൾ ഉപയോഗിക്കാൻ ഒരു വിഷയം നൽകിയിരിക്കുകയാണെന്നാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിക്ക് ലോക്സഭയിലെ 100 MPമാരുടെയോ രാജ്യസഭയിലെ 50 MPമാരുടെയോ ഒപ്പാണ് വേണ്ടത്. ഇംപീച്ച്മെന്റ് നോട്ടീസ് അംഗീകരിച്ചാൽ 3-അംഗ സമിതി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷം 3-2 ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റ് പ്രമേയം ഇരു സഭകളും അംഗീകരിക്കണം. ഇത് നടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇതോടെ തിരുപ്പരൻകുണ്ട്രം ഒരു ദേശീയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ പ്രശ്നം നിഷ്പക്ഷമായി പഠിച്ച ഇന്ത്യ ടുഡേ വിലയിരുത്തിയത് എല്ലാവരും ഓവറാക്കി എന്നാണ്. DMKക്ക് മുസ്ലിം വോട്ട് വേണം, സംഘപരിവാറിന് ഹിന്ദു വോട്ടും. കോടതിയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചില്ല. മുൻ കോടതി വിധികളും ചരിത്രരേഖകളും 1991 ആരാധനാലയ സംരക്ഷണ നിയമവും അവഗണിച്ചാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും വിധിയുണ്ടായതെന്ന് വ്യാപക വിമർശനം വന്നു. അനുകൂല വിധി പോവട്ടെ, ഹർജിക്കാരന് ഈ വിധി നടപ്പാക്കാൻ CASF സംരക്ഷണം നൽകാനും കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവ് മുൻ കോടതി വിധികളെ അട്ടിമറിക്കുന്നത് മാത്രമല്ല, ക്രമസമാധാന പാലനം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്ന ഫെഡറൽ തത്വം മറികടന്നുള്ളതുമാണെന്നാണ് വിമർശനം വന്നത്. അതുകൂടി കണക്കിലെടുത്താണ് ജസ്റ്റിസ് സ്വാമിനാഥന്റെ ഇംപീച്ച്മെന്റ് വരെ കാര്യങ്ങൾ എത്തിയത്. കഴിഞ്ഞ കുറെ കാലമായി തമിഴ്നാട്ടിൽ മുരുകനെയിട്ട് BJP കളിക്കുകയാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടപ്പിലാക്കുന്ന മതരാഷ്ട്രീയം ഇവർക്ക് തമിഴകത്ത് ഇനിയും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല.
രാജ്യത്തെ ഭൂരിഭാഗം മോദി തരംഗത്തിൽ ആടി ഉലഞ്ഞിട്ടും തമിഴ്നാട് മോദി വിരുദ്ധ നിലപാടുമായി ശക്തമായി നിലകൊള്ളുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ നിരവധി തവണ ഗോബാക് മോഡി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതം പുറത്തിട്ട് കളിക്കാൻ BJP തയ്യാറാവുകയാണ്. BJPക്കൊപ്പം ഹിന്ദു മക്കൾ കച്ചി, ഹനുമാൻ സേന, ഹിന്ദു തമിഴൻ കക്ഷി തുടങ്ങിയ തീവ്ര വലതുപക്ഷ സംഘടനകളും രംഗത്തുണ്ട്. 2020 കോവിഡ് കാലത്ത് മുരുക ഭഗവാനെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് BJP ഒരു വേലിയാത്ര നടത്തിയിരുന്നു. ഇത് കലാപരാഷ്ട്രീയത്തിനുള്ള തന്ത്രമാണെന്ന് എതിരാളികൾ ആരോപിച്ചത്. മുരുകനെക്കുറിച്ചുള്ള ഭക്തിഗാനമായ കാണ്ഡഷഷ്ടി കവാസത്തെ അപമാനിക്കുന്ന വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് BJP ഒരു മാസം നീണ്ടു നിൽക്കുന്ന വെട്രിവേൽ യാത്ര പ്രഖ്യാപിച്ചു. മുരുകനോടുള്ള ആദരസൂചകമായ വെട്രിവേൽ യാത്രയിൽ മുരുകന്റെ 6 വാസസ്ഥലങ്ങളും 6 പടൈ വീട് കവർ ചെയ്യാനായിരുന്നു തീരുമാനം. ഈ യാത്രയുടെ പ്രധാന കേന്ദ്രവും തിരുപ്പരൻകുன்றവുമായിരുന്നു. പക്ഷേ COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പോലീസ് പൊതുയോഗങ്ങൾക്ക് അനുമതി നിഷേധിച്ചതോടെ BJP പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. അന്ന് യാത്രയുടെ ലോഗോയും തീം സോങ്ങും അനാച്ഛാദനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന L. മുരുകൻ പറഞ്ഞത് യാത്ര തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. BJP പുറത്തിറക്കിയ യാത്രാ പ്രൊമോ വീഡിയോ AIADMK സ്ഥാപകനായ MGRന്റെ ചിത്രത്തോടെയാണ് ആരംഭിച്ചത്. BJP തങ്ങളുടെ പാർട്ടി സ്ഥാപകനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെയും MGRന്റെ ചിത്രം ഉപയോഗിച്ച് BJPയുടെ പ്രചരണത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയും എതിർത്ത നിരവധി AIADMK നേതാക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ MGRനെ BJP ഹൈജാക്ക് ചെയ്ത പോലെയാണ്. ഉത്തരേന്ത്യയിൽ രാമനെ വെച്ച് നടത്തിയ ധ്രുവീകരണം തമിഴകത്ത് മുരുകനെ വെച്ച് നടത്താനാണ് BJP നീക്കം. അണ്ണാമലൈ BJP പ്രസിഡന്റ് ആയതോടെ കൃത്യമായ തന്ത്രങ്ങൾ അവർ നടപ്പാക്കാൻ തുടങ്ങി. ഉത്തരേന്ത്യയിലേക്ക് BJP കൃത്യമായി നടപ്പാക്കിയ മതത്തെ വെച്ച് ജാതിയെ വെട്ടുക എന്ന പരിപാടി തന്നെയാണ് അണ്ണാമലൈ തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ ഒരുങ്ങിയത്. വ്യക്തമായ നേതൃത്വമില്ലാത്ത AIADMKയെ പതുക്കെ വിഴുങ്ങാൻ കഴിയുമെന്നാണ് അദ്ദേഹം കരുതിയത്. തമിഴ്നാട്ടിലെ ഗൗണ്ടർ ജാതിക്കാരാണ് AIADMKയുടെ വോട്ട് ബാങ്ക്. അണ്ണാമലയും ഗൗണ്ടറാണ്. പതുക്കെ ഗൗണ്ടർമാരെ തങ്ങളുടെ വോട്ട് ബാങ്ക് ആക്കണമെന്നായിരുന്നു അണ്ണാമലൈ പ്ലാൻ. സനാതന ധർമ്മ വിവാദത്തിലൊക്കെ മതവികാരം പരമാവധി ആളിക്കത്തിക്കാനാണ് BJP ക്യാമ്പ് ശ്രമിച്ചത്. കോയമ്പത്തൂർ, നീലഗിരി, തിരുപ്പൂർ, ഈറോഡ്, സേലം, കരൂർ, നാമക്കൽ എന്നീ ജില്ലകളും ദിണ്ടിഗലിലെയും ധർമ്മപുരിയിലെയും കുറച്ചു ഭാഗവും അടങ്ങുന്ന കൊങ്കുനാട്ടിലാണ് BJPയുടെ പ്രതീക്ഷ. ഇതുകൊണ്ടാണ് കൊങ്കുനാട് എന്ന പേരിൽ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പുതിയ സംസ്ഥാനം വേണമെന്ന് BJP ക്യാമ്പയിൻ നടത്തിയത്. പക്ഷേ ഇതിനൊന്നും പ്രതീക്ഷിച്ച് ഫലം കണ്ടില്ല. ഒടുവിൽ അണ്ണാമലയ്ക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. അതിനുശേഷമാണ് തിരുപ്പരപ്പൻകുன்ற വിവാദം ഒരു കച്ചിത്തുരുമ്പ് പോലെ വീണ് കിട്ടുന്നത്. എന്നാൽ ഈ വർഗീയ ധ്രുവീകരണ നീക്കം തമിഴ്നാട് ജനത പരാജയപ്പെടുത്തുമെന്ന് VCK മേധാവി തോൽ തിരുമാവളൻ പറയുന്നു. മുരുകൻ മാനാടിനെതിരെ മധുര ഫെഡറേഷൻ ഫോർ റിലീജിയസ് ഹാർമണി സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല പ്രതിഷേധത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതരാഷ്ട്രീയത്തിനെതിരാണെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയാണ് പ്രതിഷേധത്തിലൂടെ ചെയ്യുന്നതെന്നും തിരുമാൾകൾ പറയുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ മതരാഷ്ട്രീയം ഉപയോഗിച്ചു. തമിഴ്നാട്ടിലും അവർ അത് പരീക്ഷിക്കുകയാണ്. 1992 മുതൽ ബാബറി മസ്ജിദ് വിഷയത്തിന് ശേഷം തിരുപ്പരപ്പൻകുன்றത്ത് ഒരു വിവാദം സൃഷ്ടിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വളർത്താനും സംഘപരിവാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. H. രാജയെ പോലുള്ള BJP നേതാക്കൾ തിരുപ്പരപ്പൻകുன்றത്തെ തമിഴ്നാടിനെ അയോധ്യയാക്കുമെന്ന് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും അത് അനുവദിക്കില്ല എന്നും തിരുമാളവൻ പറയുന്നു. പക്ഷേ ഇവിടെ സാധാരണക്കാരായ വിശ്വാസികൾ BJPക്കൊപ്പമാണ്. മുരുകൻ മാനാട് സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപക പ്രചരണമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിന് വിത്തിട്ട് കൊടുത്തത് സ്റ്റാലിന്റെ പിടിവാശിയാണ്. പോലീസ് സംരക്ഷണത്തിൽ അവിടെ കാർത്തിക ദീപം തെളിയിച്ചിരുന്നെങ്കിൽ അതോടെ പ്രശ്നം തീർന്നേനെ. ഇപ്പോൾ ഹിന്ദു വിശ്വാസത്തെ ഹനിക്കുന്നുവെന്നും കോടതി വിധി ധിക്കരിക്കുന്നുവെന്നൊക്കെ ഇരുവാദം പറയാൻ സംഘപരിവാറിന് അവസരം കിട്ടുകയാണ്. തിരുപ്പരപ്പൻകുன்றம் തമിഴ്നാട്ടിലെ അയോധ്യയാണെന്നാണ് H. രാജയെ പോലുള്ള നേതാക്കൾ പറയുന്നത്. ഞെട്ടിക്കുന്ന വർഗീയ ധ്രുവീകരണമാണ് തമിഴകത്ത് നടക്കുന്നതെന്നാണ് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങളും പറയുന്നത്. എന്തായാലും തമിഴ്നാട് മറ്റൊരു അയോധ്യയാകുമോ എന്ന് കണ്ടറിയണം.